നാട്ടികയിൽ തടി കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം, 5 പേർക്ക് പരിക്ക്. ലോറി ഡ്രൈവറും ക്ലീനറും അറസ്റ്റിൽ. ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. നാട്ടിക വാഹനാപകടത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഗോവിന്ദാപുരത്ത് സംസ്കരിച്ചു. മന്ത്രി MP രാജേഷ് പരിക്കേറ്റവരെ സന്ദർശിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി. ശീവേലി എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളിച്ചയുടെ ആക്രമണം. 60 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിൽ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. കോടതി വിധി പൂർണ്ണമായും പാലിച്ചായിരിക്കും ഏകാദശി ചടങ്ങുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. രൂപരേഖ ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി അംഗീകരിക്കുന്നതോടെ നിർമ്മാണം തുടങ്ങും. നമസ്കാരം. വാർത്തകൾ വിശദമായി. നാട്ടികയിൽ തടി കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം, 5 പേർക്ക് പരിക്ക്. പാലക്കാട് മീങ്കര ഡാം ചെമ്മനന്തോട് കോളനി നിവാസികളായ 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ജീവയുടെ അമ്മ ചിത്ര, ബന്ധുക്കളായ ദേവേന്ദ്രൻ, ജാൻസി, വിജയ്, ശിവന്യ എന്നിവരാണ് ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. നാട്ടിക JK തിയേറ്ററിനടുത്ത് ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ് ബാരിക്കേഡ് മറികടന്ന് അപകടമുണ്ടാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവർ ജോസ്, ക്ലീനർ അലക്സ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇരുവർക്കുമെതിരെയും കേസെടുത്തത്. ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്നത്. വൈദ്യപരിശോധനയിൽ ഇരുവരും മദ്യപിച്ചിരുന്നതായും തെളിഞ്ഞു. നാട്ടികയിൽ അപകടത്തിൽ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. അപകടത്തിനിടയാക്കിയ ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ അറിയിച്ചു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ലോറി ഉടമയ്ക്ക് നോട്ടീസ് ഉടൻ നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. ലോറിയുടെ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നും ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത്. കാരണം നല്ലോണം കവേർഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ പുറത്ത്. ലോറി ജീവനക്കാർ മാഹി മുതൽ മദ്യപിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയതായി സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളതെന്നും കമ്മീഷണർ പറഞ്ഞു. കുറച്ചും കൂടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടി തെളിവിലേക്ക് എടുക്കും. അതുപോലെ തന്നെ പ്രതികൾ വന്ന വഴികളിലോടുകൂടി അന്വേഷണം ഇനിയും ചെയ്യാനുണ്ട്. മരണപ്പെട്ട ആൾക്കാരുകൾ അവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 2 പേരുടെ പോസ്റ്റ്മോർട്ടം തുടങ്ങാറായി. ബാക്കി ഈ മരിച്ചവരുടെ ബന്ധുക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹന സൗകര്യവും ആംബുലൻസ് സൗകര്യവും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഞാനും കൂടി ഒന്നിച്ച് വിലയിരുത്തി അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഫർദർ ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ചികിത്സാ കാര്യങ്ങൾ നാം വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ എത്തി ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ഉള്ള നാട്ടുകാരെയും കണ്ടെത്തുന്നുണ്ട്. അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നെഞ്ചുപിടയുന്ന കാഴ്ചകളുമായി അപകടസ്ഥലം, ഞെട്ടൽ മാറാതെ നാട്ടുകാർ. അപകടമുണ്ടായ ഉടൻ നിലവിളിയോടെ നാടോടി സംഘത്തിലെ ആളുകൾ അടുത്ത വീടുകളിലേക്ക് ഓടിയെത്തി നാട്ടുകാരെ ഉണർത്തുകയായിരുന്നു. നാട്ടുകാർ അപകട സ്ഥലത്തേക്ക് കുതിച്ചെത്തിയതോടെ കണ്ട കാഴ്ച നെഞ്ചു പിളർന്നതായിരുന്നു. ചോരയിൽ കുളിച്ച് കിടക്കുന്നവരുടെ ദയനീയമായ ദൃശ്യങ്ങൾ. അപകടത്തിൽപ്പെട്ട പലരുടെയും മുഖം തിരിച്ചറിയാൻ സാധിച്ചില്ല. ഛിന്ന ഭിന്നമായാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. വസ്ത്രങ്ങളും ബാഗുകളും റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നു.
നാട്ടുകാർ അറിയിച്ചതോടെ ദേശീയപാതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. പോലീസും ഉടൻ സ്ഥലത്തെത്തി. തുടർന്ന് അതീവ വേഗതയിലായിരുന്നു രക്ഷാപ്രവർത്തനം. കുട്ടികളുടെയും അമ്മമാരുടെയും കരച്ചിൽ കേട്ടിട്ടും വാഹനം നിർത്താൻ തയ്യാറായില്ലെന്ന് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ദേവി TCVയോട് പറഞ്ഞു. 4 മണിക്ക് ഉണ്ടാകും. 2 ട്രിപ്പാ വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്, ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കൂ. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേർക്കും നല്ല പിറ്റാണ്. പിറ്റത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേരും ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേർക്ക് പിടിച്ചിട്ട് വന്ന് രണ്ടാമത് വണ്ടി റിസൾട്ട് എടുത്ത മൊത്തം ടോർച്ച് അടിച്ചാണ് ഞങ്ങൾ നോക്കിയത്. ആൾക്കാരെ ടോർച്ച് അടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുനിഞ്ഞ് നോക്കപ്പോഴേ അറിഞ്ഞുള്ള നടന്ന സംഭവം. ഇങ്ങനെ പിസ ഇങ്ങനെ ചക്രത്തിൻ്റെ അടിയിൽ കോരി എടുത്താ വന്നിട്ടത്. ഇവിടെ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ സാറേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 എണ്ണം പോയി. 5 എണ്ണം ഇപ്പൊ ചാകാൻ ഐസൊലി അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. വാഹനം വരില്ലെന്ന് ഉറപ്പായിരുന്ന സ്ഥലത്താണ് സംഘം അന്തിയുറങ്ങിയത്. എന്നാൽ വിധി മറിച്ചായിരുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നാണ് കാലന്റെ രൂപത്തിൽ തടിലോറി പാഞ്ഞു കയറിയത്. ഉപജീവനത്തിനായി ചെറിയ ജോലികൾ ചെയ്യാനാണ് ഈ സംഘം 3 മാസത്തിലേറെയായി അപകടസ്ഥലത്ത് തമ്പടിച്ചിരുന്നത്. TCV ന്യൂസ്, തൃശൂർ. നാട്ടിക ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഗോവിന്ദാപുരത്ത് സംസ്കരിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ കാളിയപ്പൻ രാജേശ്വരി, 4 വയസ്സുള്ള ജീവ എന്നിവരുടെ മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഭൂരേഖ തഹസിൽദാർ നിഷ ആർ ദാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. തുടർന്ന് മൃതദേഹങ്ങൾ ഓരോ ആംബുലൻസിലായി തൃശൂർ കൺട്രോൾ റൂം പോലീസിന്റെ അകമ്പടിയോടെയാണ് സ്വദേശമായ പാലക്കാട് മീങ്കര ഡാം ചെമ്മനന്തോട് കോളനിയിലേക്ക് കൊണ്ടുപോയത്. 5 പേരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ വൈകിയതിനാൽ ജില്ലാ ആശുപത്രിയിലെ മൃതദേഹങ്ങളാണ് ആദ്യം കൊണ്ടുപോയത്. പിന്നീട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ നാഗമ്മ, 1 വയസ്സുള്ള വിശ്വ എന്നിവരുടെ മൃതദേഹങ്ങളും മെഡിക്കൽ കോളേജ് പോലീസിന്റെ അകമ്പടിയോടെ പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. ജില്ലാ ഭരണകൂടം പാലക്കാട് ഭരണകൂടവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ഒരുക്കിയത്. നാട്ടിക വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ആശുപത്രി മോർച്ചറികളിൽ മന്ത്രിയും ജില്ലാ കളക്ടറും നേരിട്ടെത്തിയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെയും മന്ത്രിയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ്. ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ആണ്. ഇവരുടെ താമസം പുറമ്പോക്കിലാണെന്നുള്ളതാണ് പറയുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി. ശീവേലി എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ വലത്തും ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ഇടത്തും അണിനിരന്നു. കിഴക്കൂട്ട് അനിയന്മാരാർ പഞ്ചാരി മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് സ്പെഷ്യൽ നാഗസ്വര കച്ചേരി, ഓട്ടൻതുള്ളൽ എന്നിവയും ഉണ്ടായിരുന്നു. വൈകിട്ട് പഴുവിൽ രഘുമാരാരുടെ മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി നടന്നു. ബുധനാഴ്ച ദ്വാദശി പണസമർപ്പണവും ദ്വാദശി ഊട്ടും നടക്കുന്നതോടെ ഏകാദശി ആഘോഷ പരിപാടികൾ സമാപിക്കും. എരുമപ്പെട്ടി കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളീച്ചയുടെ ആക്രമണം. 60 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിലായതോടെ കർഷകർ ആശങ്കയിൽ. നടിയിൽ കഴിഞ്ഞ് 50 ദിവസം വളർച്ചയെത്തിയ നെൽച്ചെടികളിലാണ് രോഗം പടർന്നു പിടിക്കുന്നത്. നെൽച്ചെടികളിൽ വെള്ളക്കൂമ്പ് വരികയും കതിരിടാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ഇതിനു പുറമെ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണവും ഇലകരിച്ചിൽ രോഗവും അനുഭവപ്പെടുന്നുണ്ട്.
കൃഷി ഓഫീസർ AV വിജിതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. എരുമപ്പെട്ടിയിലെ വിവിധ പാടശേഖരങ്ങളിലും നെൽച്ചെടികളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. പാടങ്ങളിൽ നല്ലവണ്ണം ഗാളിച്ചയുടെ ആക്രമണം ഉണ്ട്. അതിന് കർഷകർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരുമപ്പെട്ടിയിലത്തെ പാടശേഖരങ്ങളിൽ നല്ലോണം ഓല ചുരുട്ടിപ്പുഴുവിൻ്റെയും ബാക്ടീരിയൽ ഇലകരിച്ചിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീനെ ഇപ്പോൾ ഒന്ന് ലെറ്റർ മുഖാന്തരം അറിയിക്കുന്നുണ്ട്. അവിടുന്ന് സയൻറ്റിസ്റ്റുകളും കൂടി വന്നിട്ട് ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ഒരു കർഷകർക്ക് നിർദ്ദേശം നൽകുന്നതാണ്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 2 തവണ മരുന്നടിച്ചിട്ടും രോഗം പടരുന്നത് തടയാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. പുതിയൊരു ഇത് വന്നത് വെള്ളക്കൂമ്പ് വരുന്നൊരു അസുഖമാണ്. വെള്ളക്കൂമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെല്ല് കതിര് വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട്. കാളീച്ച എന്നുള്ള ഒരു അസുഖമാണ് പറഞ്ഞത്. ചെറിയ പ്രാണികൾ വന്ന് ഇതിൻ്റെ അടിയിലിരുന്ന് അത് നെല്ലിനാക്രമിക്കുന്നൊരു പുതിയൊരു തരം അസുഖമാണ് കണ്ടുവരുന്നത്. കൃഷി ഓഫീസറുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ വെച്ചിട്ടുണ്ട്. എന്നാലും ഈ ഓല ചുരുട്ടിയും അതുപോലെ തന്നെ ഈ വെള്ളക്കൂമ്പെടുക്കുന്ന ഈ സ്ഥിതിയും മാറ്റമില്ലാണ്ട് തുടരുകയാണ്. അതുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതിന് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് കൃഷിക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് കർഷകർക്ക് ഉള്ള അഭിപ്രായം. 30 കർഷകരാണ് കരിയന്നൂർ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത്. നെൽകൃഷി ചുരുങ്ങി വരുന്ന കാലഘട്ടത്തിൽ കടം വാങ്ങുകയും പാട്ടത്തിനെടുത്ത വയലുകളിലുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്യുന്നത്. രോഗം തടയാൻ കഴിയാത്തത് വൻ കൃഷിനാശമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിലും പുഴുശല്യം ബാധിച്ചിട്ടുണ്ട്. 12 ഏക്കർ നെൽവയലിലാണ് രോഗം പടർന്നിട്ടുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ഗുരുപവനപുരി സംഗീത സാന്ദ്രമായി. മന്ത്രി R. ബിന്ദു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ പ്രതിഭ സംഗീത കലാനിധി പത്മശ്രീ A. കന്യാകുമാരിക്ക് മന്ത്രി സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ വയലിൻ കച്ചേരി അരങ്ങേറി. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ഏകാദശി ദിവസമായ ഡിസംബർ 11-ന് സംഗീതോത്സവം സമാപിക്കും. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച കോടതി വിധിയിൽ ഇളവ് ലഭിക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയെ സമീപിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. കോടതി വിധി പൂർണ്ണമായും പാലിച്ചായിരിക്കും ഏകാദശി ചടങ്ങുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കുക. ദശമി ദിനത്തിലെ ഗജരാജൻ കേശവൻ അനുസ്മരണവും ഏകാദശി ദിവസം രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പുമാണ് കോടതി വിധി പാലിച്ച് നടത്തുകയെന്ന് ദേവസ്വം ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിക്കുന്നതിന് മുകളിലേക്ക് ഒരാനയെ മാത്രമാണ് കയറ്റുക. ആന കയറുന്ന സമയത്ത് ആരെയും പ്രവേശിപ്പിക്കില്ല. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് കളഭം ചാർത്താനോ കുറി തൊടിയിക്കാനോ അനുവദിക്കില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. രാസവസ്തുക്കൾ ചേർന്ന കുറി തൊട്ടാൽ ആനകളുടെ തൊലിക്ക് അലർജിയും നെറ്റിപ്പട്ടം കേടുവരാൻ ഇടയാക്കുന്നതിനാൽ ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന കളഭവും ചന്ദനവും മാത്രം ചാർത്തിയാൽ മതിയെന്നാണ് ആനച്ചികിത്സാ വിദഗ്ധരുടെ അഭിപ്രായം. ഇത് നടപ്പിലാക്കുക മാത്രമാണ് ഭരണസമിതി ചെയ്തത്. ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിൽ ദേവസ്വത്തെയും തന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഹീനമായ പ്രവൃത്തിയാണ്. ഉദയാസ്തമന പൂജ ആചാരമല്ല, വഴിപാടാണ്. ഉദയാസ്തമന പൂജ നടക്കുന്നതിനാൽ ഏകാദശി ദിവസം ഭക്തർക്ക് ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കുന്നില്ല. ഇത് കണക്കിലെടുത്താണ് ഏകാദശിക്ക് ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മുല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. മനോജ്, PK വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ഗുരുവായൂർ. ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനി തയ്യാറാക്കിയ രൂപരേഖ ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി അംഗീകരിക്കുന്നതോടെ നിർമ്മാണം തുടങ്ങും. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയുടെ ഘടന മാറ്റുന്നതിന് കരാർ കമ്പനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും നിർദ്ദിഷ്ട അളവിൽ രൂപരേഖ അംഗീകരിക്കുക മാത്രമാണ് NHAIയുടെ ചുമതലയെന്നും പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ പറഞ്ഞു.
പ്രാഥമിക തയ്യാറെടുപ്പുകൾ പോലുമില്ലാതെ അറിയിച്ചിരുന്നതിനേക്കാൾ നേരത്തെയാണ് ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 2 മാസത്തോളമായിട്ടും പണിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. സെപ്റ്റംബർ 24-നാണ് ആമ്പല്ലൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങിയത്. നീർത്തടങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്താതെ പില്ലറുകൾക്ക് കുഴിയെടുത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. തുടർന്നാണ് കരാർ കമ്പനിയോട് അടിപ്പാതയുടെ ഘടന മാറ്റി പുതിയ രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത്. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യമുയരുന്നു. കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാനായി നിർമ്മിച്ചിട്ടുള്ള സ്പൌട്ടുകൾ മിക്കതും വർഷങ്ങളായി തകരാറിലാണ്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ, പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചോങ്കുളത്തിലാണ് ഈ കനാൽ അവസാനിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലൂടെ മാത്രം 18 കിലോമീറ്ററോളം ഒഴുകുന്ന കനാലിനെ ആശ്രയിച്ചാണ് മേഖലയിൽ കൃഷി ചെയ്യുന്നത്. കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളമൊഴുക്കുന്നതിനായി ഇടയ്ക്കിടെ സ്പൌട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ഷട്ടർ സംവിധാനത്തോടു കൂടിയുള്ളതാണ് സ്പൌട്ടുകൾ. കനാലിൽ നിന്നുള്ള വെള്ളം സ്പൌട്ടുകളുടെ ഷട്ടർ ഉയർത്തിയാണ് തോടുകൾ വഴി കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക സ്പൌട്ടുകളും വർഷങ്ങളായി തകരാറിലാണ്. ഷട്ടറുകൾ തുരുമ്പെടുത്തും വശങ്ങളിലെ കരിങ്കൽക്കെട്ടിളകിയും സ്പൌട്ടുകൾ നാശോന്മുഖമായതോടെ പലയിടത്തും കനാൽ വെള്ളം അനിയന്ത്രിതമായി കൃഷിയിടങ്ങളിലേക്കും തോടുകളിലേക്കും ഒഴുകുകയാണ്. ചില സ്പൌട്ടുകളിൽ തുരുമ്പെടുത്ത ഷട്ടർ ഉയർത്താനാകാത്തതും കർഷകരെ വലയ്ക്കുന്നു. ചിലയിടങ്ങളിൽ ഷട്ടർ പൂർണ്ണമായി തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ സദാസമയവും വെള്ളമൊഴുകി പാഴായി പോകുന്ന സ്ഥിതിയുമുണ്ട്. ഇങ്ങനെ വെള്ളം പാഴാകുന്നത് മൂലം കനാലിന്റെ വാലറ്റത്തേക്ക് ശരിയായ തോതിൽ വെള്ളം എത്താത്തതിനും കാരണമാകുന്നുണ്ട്. സ്പൌട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തി കനാൽ വെള്ളം കർഷകർക്ക് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ പുറത്തുവെച്ച് മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് സ്ത്രീക്ക് പൊള്ളലേറ്റു. മാളാപ്പള്ളിപ്പുറം കാച്ചിപ്പള്ളി സിസിലിക്കാണ് പൊള്ളലേറ്റത്. പള്ളിക്ക് പുറത്ത് മെഴുകുതിരികൾ കത്തിച്ചുവെക്കുന്ന സ്ഥലത്ത് വെച്ചാണ് വസ്ത്രത്തിലേക്ക് തീ പടർന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോലി സമ്മർദ്ദം മൂലം പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ CPO ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണു. CPO ഷെഫീഖാണ് കുഴഞ്ഞു വീണത്. ഫയലുകൾ പരിശോധിക്കുന്നതിനായി ഷെഫീഖിനെ SHO KG കൃഷ്ണകുമാർ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഷെഫീഖ് കുഴഞ്ഞു വീണത്. ഷെഫീഖ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടും SHO കസേരയിൽ നിന്നും എഴുന്നേൽക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെന്ന് ആരോപണമുണ്ട്. തുടർന്ന് മറ്റു പോലീസുകാർ ചേർന്നാണ് ഷെഫീഖിന് പ്രഥമ ശുശ്രൂഷ നൽകുകയും പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. സംഭവത്തെ തുടർന്ന് SHO KG കൃഷ്ണകുമാറിനെ ചുമതലകളിൽ നിന്നും താൽക്കാലികമായി മാറ്റി. ക്യാബിനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് കമ്മീഷണർ പരിശോധിച്ചതിന് ശേഷമായിരുന്നു നടപടി. ഗുരുവായൂർ SHO പ്രേമാനന്ദ കൃഷ്ണനാണ് താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത്. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ മദ്യലഹരിയിൽ യുവതിയെ കയറിപ്പിടിച്ച പോലീസുകാരനെതിരെ കേസെടുത്തു. മലക്കപ്പാറ സ്റ്റേഷനിലെ പോലീസുകാരൻ MD ഷാജുവിനെതിരെയാണ് ചാലക്കുടി CI കേസെടുത്തത്. നഴ്സിംഗ് വിദ്യാർത്ഥിയായ പെൺകുട്ടി കോയമ്പത്തൂരിലേക്ക് പോകുന്നതിനാണ് സ്റ്റാൻഡിലെത്തിയത്. ഈ സമയത്തായിരുന്നു സിവിൽ ഡ്രസ്സിലായിരുന്നു പോലീസുകാരന്റെ അതിക്രമം. സംഭവം കണ്ടുനിന്ന യാത്രക്കാർ ഇയാളെ പിടികൂടി മർദ്ദിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയുമായിരുന്നു. യുവതിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് എറവ് സ്വദേശി ചാലിശ്ശേരി കുറ്റുകാരൻ വീട്ടിൽ സോണിയെയാണ് ഇൻസ്പെക്ടർ അനീഷ് കരീം അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കരയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ASI KV ഉമേഷ്, സീനിയർ CPOമാരായ ES ജീവൻ, രാഹുൽ അമ്പാടൻ, CPO KS ഉമേഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലും സമീപത്തെ മതിലിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശവും റോഡ് സൈഡിലെ മതിലും തകർന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ മലപ്പുറം കുളത്തൂർ സ്വദേശി ആഷിഖിനാണ് പരിക്കേറ്റത്. മരണവളവിൽ ചൊവ്വാഴ്ച പുലർച്ചെ 4:30 ദേശീയപാത നിർമ്മാണത്തിനായി മണൽ കയറ്റി വന്നിരുന്ന ടോറസ് ലോറിയാണ് പറമ്പിലേക്ക് മറിഞ്ഞത്.
വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. മുണ്ടൂരിൽ സ്കൂൾ ബസ്സിൽ ലോറിയിടിച്ച് അപകടം. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ആമ്പക്കാട് സെന്റ് മേരീസ് സ്കൂളിന്റെ ബസ്സിലാണ് ലോറിയിടിച്ചത്. അപകട സമയം സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. മറ്റൊരു വാഹനത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിച്ചു. നിയന്ത്രണം വിട്ട ലോറി സമീപമുള്ള ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് നിന്നത്. ഇരിങ്ങാലക്കുട മെറീന ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഇരിങ്ങാലക്കുട ഡാണാവ് ഭാഗത്തുനിന്നും വന്നിരുന്ന തൃശൂർ സ്വദേശി അബി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ നിന്ന് വന്നിരുന്ന പുല്ലൂർ സ്വദേശിനി പുളിങ്കംപറം വീട്ടിൽ ഉഷ്മ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മറുവശത്തുള്ള ആശുപത്രിയുടെ ഭാഗത്തേക്ക് തിരിയുന്നതിനിടെയാണ് അപകടം. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കാനയോട് ചേർന്നുള്ള പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരി ഉഷ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റിച്ചൂർ പാലത്തിന്റെ താഴെയുള്ള സ്ഥലം ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. അന്തിക്കാട് പഞ്ചായത്ത് സ്ഥലമേറ്റെടുത്ത് PWDക്ക് കൈമാറിയ ഇവിടം 25 മീറ്ററോളം നീളത്തിലും 15 മീറ്ററോളം വീതിയിലുമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥലത്ത് കുട്ടികൾക്കുള്ള പാർക്കും ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയാൽ പ്രദേശത്തിന്റെ വികസനത്തിലേക്കുള്ള പുതിയ കാൽവയ്പാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മുറ്റിച്ചൂര് പാലത്തിന്റെ താഴേക്ക് 25 മീറ്റർ നീളവും 15 മീറ്റർ വീതിയിലുമുള്ള ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതൊരു കുട്ടികളുടെ പാർക്കായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ടിക്കറ്റൊക്കെ വെച്ച് അധികാരികൾ ശ്രദ്ധിക്കുന്നതാണ്. നെഹ്റു പാർക്ക് പോലെ നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല ജനങ്ങൾക്കും ഉപകാരപ്പെടും. കുട്ടികളും ഒരുപാട് സ്കൂളുകൾ അടുത്തുണ്ട്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാൻ സാധിക്കും. കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, പുഴയിൽ ബോട്ടിംഗ്, കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, ഫുഡ് കഫേ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇവിടം പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം നൽകി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും MLA, മന്ത്രി തുടങ്ങിയവർക്കും സമർപ്പിച്ചെങ്കിലും പ്രളയവും കോവിഡും മൂലം ഫലപ്രാപ്തിയുണ്ടായില്ലെന്ന് മുൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ പറഞ്ഞു. ഓപ്പൺ പാർക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ പാലത്തിൽ നടക്കാൻ വരുന്നുണ്ട്. അവർ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം, പുഴയെ ഉപയോഗപ്പെടുത്തിയിട്ട് ബോട്ടിങ്, അങ്ങനെയുള്ള കയാക്കിംഗ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു പൊതു ഏരിയ എന്ന നിലയിൽ നമ്മൾ മുന്നൊരു തയ്യാറാക്കി സർക്കാരിലേക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അന്നത്തെ MLA, മന്ത്രി അങ്ങനെ എല്ലാവരും കൊടുത്തിരുന്നു. പിന്നീട് അന്ന് ഏറ്റവും കൂടുതൽ പ്രളയവും കോവിഡും ഒക്കെ ഉള്ള കാലഘട്ടമായിരുന്നുകൊണ്ട് അന്ന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. സ്ഥലം MLA CC മുകുന്ദന്റെ ഇടപെടൽ ഉണ്ടായാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. ഭാര്യ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിന് 7.5 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഏങ്ങണ്ടിയൂർ ചന്തപ്പടിയിൽ പൊറ്റയിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തളിക്കുളം ത്രിവേണിയിൽ കുട്ടമ്പറമ്പത്ത് ഷീജ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തി മരിച്ചിരുന്നു. പ്രതി കൂടുതൽ സ്വർണ്ണാഭരണവും പണവും ആവശ്യപ്പെട്ട് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഷീജ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ചെങ്ങാലൂർ പാപ്പിനിപ്പാടത്തെ നെൽകർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത വിധം പന്തലിച്ചു നിന്ന മദിരാശി മരങ്ങൾ മുറിച്ചു തുടങ്ങി. പാപ്പിനിപ്പാടം നെല്ലുൽപാദക സംഘവും കർഷകയായ ആനി ഈനാശുവും നൽകിയ പരാതിയിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നത്. നെൽവയർ തണ്ണീർത്തട നിയമം വകുപ്പ് 13 പ്രകാരം ജില്ലാ കളക്ടറാണ് മരങ്ങൾ മുറിച്ചു നീക്കി പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവിറക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പാടത്തിനു ചുറ്റുമാണ് 4 വർഷം മുൻപ് മദിരാശി മരങ്ങൾ നട്ടതെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനെതിരെ കർഷകർ അന്നുമുതൽ പരാതിയുമായി രംഗത്തുണ്ടായിരുന്നു. പെട്ടെന്ന് വളർന്ന് പന്തലിച്ച മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞും വേരുകൾ ഇറങ്ങിയും സൂര്യപ്രകാശം ലഭിക്കാതെയും വന്നതോടെ കർഷകർക്ക് കനത്ത കൃഷിനാശമാണ് സംഭവിച്ചത്. 3 പൂ കൃഷിയിറക്കാൻ അനുയോജ്യമായ പാടത്ത് ഒരു തവണ പോലും കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനിടെ പാടത്ത് അനധികൃതമായി ചാലുകൾ തീർത്തതോടെ കൃഷി ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾ ഇറക്കാനും ബുദ്ധിമുട്ട് നേരിട്ടു. പ്രശ്നം രൂക്ഷമായതോടെ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറായ കൃഷി ഓഫീസർ സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രൂപമാറ്റം വരുത്തിയ പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിറക്കിയത്. എന്നാൽ വലിയ മരങ്ങൾ മുറിച്ചതൊഴിച്ചാൽ കീറിയ ചാലുകൾ നികത്തി നിലം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോ ചാലുകൾ കീറി തെങ്ങും കവുങ്ങുകളും വെച്ച് പാടത്തേക്കുള്ള വഴി മുടക്കിയത് ഒഴിവാക്കി പാടം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോ ഉടമ തയ്യാറായിട്ടില്ലെന്ന്
ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ അനീഷ് കുമാർ പറഞ്ഞു. ഏകദേശം 4 വർഷം മുമ്പ് മദിരാശി മരങ്ങള് 3 പൂവും കൃഷി ചെയ്യുന്ന പാടത്തിന്റെ ഒത്ത നടുക്ക് വെക്കാണ്. തന്നെയല്ല, മദിരാശി മരങ്ങള് വെക്കുമ്പോ തോട് കീറി വാഴ വെച്ച് ഉള്ളിയില് മദിരാശി മരങ്ങൾ വെച്ച് ഒരു മകം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ 4 വർഷം കൊണ്ട് മദിരാശി മരങ്ങൾ വൻമരങ്ങളാവാണ്. ഞങ്ങൾ ചെയ്യുന്ന നെല്ലില് ഒന്നും വിളവ് കിട്ടണില്ല എന്ന് കൃഷിക്കാരൻ പരാതിപ്പെട്ടിട്ട് 4 വർഷത്തിന് ശേഷം ഇങ്ങനൊരു നടപടി എത്താൻ വേണ്ടിയിട്ട് കൃഷിക്കാര് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിന്റെ നവകേരള സദസ്സിൽ വരെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. വകുപ്പ് 13 പ്രകാരം നടപടിയെടുക്കുന്നതിന് 4 വർഷം വൈകിയത് മൂലം നെൽകർഷകർക്കുണ്ടായ നഷ്ടം കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൃഷി ചെയ്തിട്ട് 3 കൊല്ലത്തോളമായിട്ട് ഒന്നും കിട്ടില്ല. ഈ കൊല്ലം തീരെയും കിട്ടില്ല, ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല. അപ്പം അതിൽ വലിയൊരു നഷ്ടം ഞങ്ങൾക്കുണ്ട്. ഈ മരത്തിൻ്റെ വേറെ ഇറങ്ങിയ കാരണം കൊണ്ട് പൂട്ടാൻ പറ്റില്ല, വണ്ടി ഒന്നിനും ചെയ്യാൻ പറ്റാത്ത, വെള്ളം കിടക്കാൻ പറ്റാണ്ട് കാന കീറിയതുണ്ട്. ഇതെല്ലാം ഒന്ന് ഞങ്ങൾക്ക് നികത്തി തരണം. TCV ന്യൂസ്, പുതുക്കാട്. 48 മണിക്കൂറിനുള്ളിൽ മുരിയാട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാൻ തീരുമാനം. ആനന്ദപുരം NSS കരയോഗം ഹാളിൽ നടന്ന മാതൃകാ ഹരിതസഭയിൽ 8 വിദ്യാലയങ്ങളിൽ നിന്നായി 200-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, നിജി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ കുട്ടികളുടെ മാതൃകാ ഹരിതസഭയിൽ ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉടൻ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ സ്വീകരണ യോഗത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ ജനറൽ കൺവീനർ ജോബ്സൺ, കാവുമ്പായി ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പൂമരത്തിൽ കയറിൽ കുരുങ്ങിയ നിലയിൽ കണ്ട പക്ഷിയെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഫയർ ഓഫീസർ ഗോപകുമാറാണ് 30 അടിയോളം ഉയരമുള്ള മരത്തിലേക്ക് കയറി പക്ഷിയുടെ കുരുക്കഴിച്ചത്. അരമണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിൽ SFRO കലേഷ് കുമാർ, FRO നിതിൻ ദേവ്, ഫൈസൽ, സുധീഷ് M, അശ്വിൻ M, ഹോംഗാർഡ് ബാബു എന്നിവർ പങ്കെടുത്തു. കുവൈറ്റ് പ്രവാസി മലയാളി കൂട്ടായ്മയായ നാഫോ ഗ്ലോബലിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന സ്നേഹസ്പർശം പ്രൊജക്ടിന്റെ ഭാഗമായി തൃശൂർ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരെ അനുമോദിച്ചു. തൃശൂർ അയ്യന്തോൾ ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി മേനോൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ, ജനറൽ മാനേജർ അജിത് കുമാർ, സെന്റർ മാനേജർ മനീത സുജിത്, പബ്ലിക് റിലേഷൻ ഓഫീസർ ചിഞ്ചു K. ഇന്ദ്രൻ, നാഫോ ഗ്ലോബൽ സ്നേഹസ്പർശനം ചെയർമാൻ വിജയ് കുമാർ മേനോൻ, പ്ലാനിംഗ് ആൻഡ് അഡ്വൈസറി ബോർഡ് മെമ്പർ PA മേനോൻ, മിനി തുടങ്ങിയവർ സംസാരിച്ചു. 135 പേർക്ക് 35 ലക്ഷം രൂപയുടെ സഹായമാണ് സ്നേഹസ്പർശം പദ്ധതിയിലൂടെ അർഹരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. നാഫോ ഗ്ലോബൽ ചെയർമാൻ വിജയ് കുമാർ, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി മേനോൻ, ജനറൽ മാനേജർ അജിത് കുമാർ എന്നിവർക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് ചിലവായ തുകയുടെ ചെക്ക് കൈമാറി. തുടർന്നും തിമിര ശസ്ത്രക്രിയയ്ക്ക് യോഗ്യരായവരെ കണ്ടെത്തി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലുമായി ചേർന്ന് ശസ്ത്രക്രിയ നടത്തുമെന്നും നാഫോ ഗ്ലോബൽ ചെയർമാൻ വിജയ് കുമാർ അറിയിച്ചു. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോക സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ക്ഷണം ലഭിച്ച MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ കൌൺസിലർ VJ ജോർജി എന്നിവരെ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ അനുമോദിച്ചു. മർച്ചന്റ് ജൂബിലി ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രസിഡന്റ് ജോയ് മൂത്തേടം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിനു മന്നളി, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, സനീഷ് കുമാർ ജോസഫ് MLA, VJ ജോർജി തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ വെളുത്തൂർ വിളക്കുമാടം റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. മുരളി പെരുന്നെല്ലി MLAയുടെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. രണ്ടാം ഘട്ട നിർമ്മാണത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 75 ലക്ഷം രൂപ അനുവദിച്ചു.
ഇതിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാറും വൈസ് പ്രസിഡന്റ് CG സതീഷും പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ ആദ്യമായാണ് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. 2022-23 ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ മുരളി പെരുന്നെല്ലി MLAയുടെ ശ്രമഫലമായിട്ട് 1.5 കിലോമീറ്റർ BMBC ചെയ്യാനുള്ള 2 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് 75 ലക്ഷം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 23-24 വർഷത്തിൽ അനുവദിച്ചു. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ദൂരം പഞ്ചായത്ത് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നിർമ്മാണം പൂർത്തീകരിക്കും. കുഴൂർ പഞ്ചായത്തിലെ വയലാറിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ നിർമ്മിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, സ്ഥിരം സമിതി അധ്യക്ഷരായ BG വിൽസൺ, PS സന്തോഷ് കുമാർ, വാർഡ് മെമ്പർ PK ബിജു എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സായംപ്രഭ അംഗങ്ങൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷനായി. സിനിമാ താരം പൌളി വത്സൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ സലിം ഹസൻ, കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനമായ കാര്യം നിങ്ങൾ പറയുവാൻ അതൊന്നും ഇല്ലാതെ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത് വളരെ സന്തോഷമാണ്. മനുഷ്യന്റെ ഏറ്റവും നല്ല സമയം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ മാതൃകാ ഹരിത സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഹരിതസഭ പാനലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട HSS പനങ്ങാടിലെ നിവേദ്യ പ്രസാദ് അധ്യക്ഷയായി. വികസനകാര്യം ചെയർമാൻ KA അയൂബ്, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം കുട്ടി, രമ്യ പ്രദീപ്, ജിബി മോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു, ജൂനിയർ സൂപ്രണ്ട് PS രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ വൃത്തിയുള്ള പരിസരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് മാലിന്യങ്ങൾ. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നാണുവെഴുത്തച്ഛൻ സൺസ് വക വിളക്ക് ആഘോഷിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 17ാം ദിവസമായ ബുധനാഴ്ച കോഴിക്കോട് KS ശങ്കരൻ നാരായണന്റെ വക വിളക്കാഘോഷമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല വിദ്യാഭ്യാസ ജാഥയ്ക്ക് പഴയന്നൂരിൽ സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലക്കര മേഖലയുടെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം പെൻഷൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം KS സുധീർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം കാവുമ്പായി ബാലകൃഷ്ണൻ, സ്വാഗത സംഘം കൺവീനർ KG അനിൽകുമാർ, ജാഥ ക്യാപ്റ്റൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മീരാഭായ് തുടങ്ങിയവർ സംസാരിച്ചു. തെരുവ് നായ്ക്കളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം തേവലക്കര സ്വദേശി നജീം കളങ്ങരയുടെ ഒറ്റയാൾ സമര പോരാട്ടം തൃശൂർ ജില്ലയിലെത്തി. വന്ധ്യംകരണം നടത്തി തെരുവ് നായ്ക്കളെ തുറന്നുവിടുന്നതിന് പകരം പഞ്ചായത്തുകൾ തോറും ഷെൽട്ടറുകൾ നിർമ്മിച്ച് തെരുവ് നായ്ക്കൾക്ക് താമസവും ഭക്ഷണവും ഒരുക്കണമെന്നാണ് പ്രധാന ആവശ്യം. തെരുവുനായ്ക്കളെ കൊല്ലാനല്ല, അതിന് ഒരു സംരക്ഷണം ഒരുക്കുക, നമ്മുടെ മനുഷ്യജീവന് വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെരുവുനായ്ക്കളെ കറക്റ്റായിട്ട് ഉടായ്പ് കാണിക്കാതെ നല്ല രീതിയിൽ വന്ധീകരിച്ച് ഇതിനെ ഒരു സ്ഥലം കണ്ടെത്തി മാറ്റണം. അത് ഒരു പഞ്ചായത്തിനെ പറ്റിയില്ലെങ്കിൽ 2-3 പഞ്ചായത്ത് ഇതിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് ഈ തെരുവുനായ്ക്കളെ ഒരു ഷട്ടർ നിലവിൽ കൊണ്ടുവന്നാൽ ഇതിനെ നുള്ളിപ്പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ആക്കിക്കഴിഞ്ഞുള്ള ഗുണം തെരുവുനായ്ക്കൾ ആരും ചൂടുവെള്ളം ഒഴിക്കത്തില്ല, തല്ലിക്കൊല്ലത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് സ്കൂളിൽ എളുപ്പമാണ്. അതുകൊണ്ട് ബൈക്ക് യാത്രക്കാർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. ഇതിനെ പേടിച്ച് ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7055 രൂപ, പവന് 56,440 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3278 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം, 5 പേർക്ക് പരിക്ക്. ലോറി ഡ്രൈവറും ക്ലീനറും അറസ്റ്റിൽ. ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നാട്ടിക വാഹനാപകടത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഗോവിന്ദാപുരത്ത് സംസ്കരിച്ചു. മന്ത്രി എം.പി. രാജേഷ് പരിക്കേറ്റവരെ സന്ദർശിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി. ശീവേൽ എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളീച്ചയുടെ ആക്രമണം. 60 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിൽ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. കോടതി വിധി പൂർണ്ണമായും പാലിച്ചായിരിക്കും ഏകാദശി ചടങ്ങുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ. ആമ്പല്ലൂർ അടിപ്പാതയുടെ നവീകരിച്ച രൂപരേഖ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചു. രൂപരേഖ ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി അംഗീകരിക്കുന്നതോടെ നിർമ്മാണം തുടങ്ങും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.